അങ്ങനെ ഞങ്ങൾ നൈനിറ്റാളിലെ കോട്ടേജ് എത്തി. ചക്കി എങ്ങനെയുണ്ട് കോട്ടേജ്? അടിപൊളിയാണോ? 2 തട്ടിലായിട്ടാണ് കോട്ടേജ്. ശങ്കര, കോട്ടേജ് അടിപൊളിയാണോ? ഇവിടുത്തെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഞങ്ങൾ ഒരു തട്ട്, അതിൻ്റെ 2ാമത്തെ തട്ട്, അവിടെ കുറേ റൂംസ് ഉണ്ട്. ഇവിടെ ടോട്ടൽ ഒരു 4 റൂംസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്ന് പറയുന്നത് ലേക്ക് വ്യൂ ആണ്. ഇതാണ് നൈനിറ്റാൾ ലേക്ക്. നമ്മൾ മൂവീസിലൊക്കെ കണ്ട, പഴയ ന്യൂഡൽഹി മൂവിയിലും ഇപ്പോഴത്തെ ചില മൂവിയിലൊക്കെ ഉണ്ട്. അപ്പം ലേക്ക് വ്യൂ ആണ്. ഇവിടുന്ന് അങ്ങോട്ട് മൊത്തം കാണാൻ പറ്റും. ഞങ്ങൾ ഏകദേശം നല്ല ഹൈറ്റിലാണ് ഉള്ളത്. താഴെ കാണുന്നതാണ് നൈനിറ്റാൾ ടൗണ്. ഇവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലേക്ക് വ്യൂ ആണെന്ന്. എന്തായാലും ലേക്ക് വ്യൂ ഉണ്ട്. പൈസ കുറച്ച് കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല. ഇങ്ങനെ തട്ടായിട്ടുള്ള പ്രദേശത്ത് ഒരു പ്രാവശ്യം താമസിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹം തീർന്നു കിട്ടി അല്ലേ. പിന്നെ അവർക്കിത് ഇങ്ങനെ കുറേ കോമൺ സ്പേസ് ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്. പിന്നെ ഇവിടെ മേലോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഇവർക്ക് ചെറിയൊരു ഗാർഡൻ ഉണ്ട് ഇവിടെ. ഇവിടെ ഫാമിലിയൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഒരു വെജിറ്റബിളൊക്കെ ഉണ്ടാക്കുന്ന ഗാർഡനാണ്. പിന്നെ ഇവർക്ക് ഒരു ക്യാമ്പ് ഫയർ ഉണ്ട് ഇവിടെ. നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു കോമൺ ഏരിയ ആണ്, യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. എനിക്ക് തോന്നുന്നു 4 ബെഡ്റൂമാണ് ഇവർ കൊടുക്കുന്നത്. ശങ്കര ഇവിടുന്ന് പിന്നെ നമുക്ക് ലേക്ക് കാണാൻ പറ്റും. കംപ്ലീറ്റ് നൈനിറ്റാൾ ടൗൺ കാണാൻ പറ്റും ഇവിടുന്ന്. ദൂരെ ലേക്കിൽ കാണുന്ന ബോട്ട്സാണ്. നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ബോട്ട് സഫാരി ചെയ്യാൻ പോകുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം എക്സസൈസൊക്കെ ചെയ്യാം. സൈക്ലിംഗ് ഒക്കെ ഉണ്ട്. ലക്ഷ്മി നന്ദ ഭവൻ ഒരുപാടുണ്ട് ഇവിടെ. ഇതൊക്കെ കോട്ടേജസ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ സ്റ്റേ.